ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്റർ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കാരണം ഇതിൽ നിന്ന് ഒട്ടനവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലൂടെ ഒന്ന് കടന്നു പോയി നോക്കാം. ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ്, അവരുടെ പേരാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. മക്കളെ, നിങ്ങൾ ഇവരുടെ പേര് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. നോക്കിയേ, ദാദാഭായ് നവോറാജി, വില്യം ഡിഗ്ബായ്, ഫിൻലെ ഷിറാസ്, VK റാവു, RC ദേശായി. ഈ 5 പേരാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ദാദാഭായ് നവോറാജി, വില്യം ഡിഗ്ബായ്, ഫിൻലെ ഷിറാസ്, VK റാവു, RC ദേശായി എസ്റ്റിമേറ്റഡ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത 5 ആളുകളുടെ പേര് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പേരാണ് ദാദാഭായ് നവോറാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പഠിച്ചു വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറിയാണ് ചോർച്ചാ സിദ്ധാന്തം. അദ്ദേഹം കൊണ്ടുവന്ന തിയറിയുടെ പേരാണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം അദ്ദേഹം കൊണ്ടുവന്നതാണ്. എമംഗ് ദീസ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഡൺ ബൈ VK റാവു വാസ് സിഗ്നിഫിക്കൻറ്റ്. ഈ 5 പേര് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതിൽ VK റാവുവിൻ്റെ കാൽക്കുലേഷനാണ് സിഗ്നിഫിക്കൻറ്റ് കാൽക്കുലേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കൊല്ലങ്ങളിലും വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് VK റാവുവിൻ്റെ ഈ ഒരു ഭാഗം. എമംഗ് ദീസ് എസ്റ്റിമേഷൻ നാഷണൽ ഇൻകം ഡൺ ബൈ VK റാവു വാസ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ആവറേജ് ആനുവൽ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century വാസ് ലെസ് ദാൻ 2%. നമ്മൾ അന്ന് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നാഷണൽ ഇൻകം എത്രയായിരുന്നു? 2% താഴെയായിരുന്നു. 2% താഴെയായിരുന്നു നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ചെയ്ത സമയത്ത് നാഷണൽ ഇൻകം എന്നാണ് പറയുന്നത്. ദ ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം വാസ് ഓൺലി 0.5% ഇയർ. ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 0.5% താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വെറും 4-5 പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ദാദാഭായ് നവോറാജിയുടെ പുസ്തകത്തിൻ്റെ പേര് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിൽ അദ്ദേഹം കൊണ്ടുവന്ന തിയറി ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. വില്യം ഡിഗ്ബായ്, ഫിൻലെ ഷിറാസ്, VK റാവു, RC ദേശായി ഇവരാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എമംഗ് ദീസ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഡൺ ബൈ VK റാവു കൺസിഡേർഡ് ആസ് സിഗ്നിഫിക്കൻറ്റ്. ആവറേജ് ആനുവൽ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th century വാസ് ലെസ് ദാൻ 2%. The growth of per capita income was only around 0.5% in a year. Okay, ഈ പോയിന്റുകൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. കാരണം ഈ പോയിന്റുകൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ 6 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും 4 മാർക്കോളം കിട്ടും, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ 6 പോയിന്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ചൂഷണാത്മകമായ ഭൂ ഉടമ സമ്പ്രദായം.
ലോ ലെവൽ ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ലോ ലെവൽ, അപ്പോൾ മോശമായ സാങ്കേതിക വിദ്യയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, നമുക്ക് ജലലഭ്യതയുടെ കുറവ് ആ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, 1947 ഇന്ത്യയുടെ വിഭജനം. ഈ 6 പോയിന്റ് പഠിക്കുക. ഈ 6 പോയിന്റ് കാരണമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കാരണമാണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. ഇതിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. അപ്പം എന്താണ്, അതുവരെ എല്ലാ കർഷകരും കൃഷി ചെയ്തിരുന്നത് എന്തായിരുന്നു, ഫുഡ് ക്രോപ്സ് ആയിരുന്നു. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിൽ നിന്ന് നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ആ മാറ്റത്തെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിൽ നിന്ന് നാണ്യവിളകളിലേക്കുണ്ടായ മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കൺസെപ്റ്റുകളാണ്. ഞാൻ പറഞ്ഞിരുന്നു, വളരെ ചൂഷണാത്മകമായിട്ടുള്ള ഭൂവുടമ സമ്പ്രദായങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുറച്ച് ഭൂവുടമ സമ്പ്രദായങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. ഒന്നാമത് നോക്കുന്നത് ജമീന്ദാരി സിസ്റ്റമാണ്. ജമീന്ദാരി സിസ്റ്റം ലോർഡ് കോൺവാലിസ് ആണ്. കോൺവാലിസ് പ്രഭുവാണ് ജമീന്ദാരി സിസ്റ്റം 1793 ബംഗാൾ പ്രസിഡൻസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അടുത്തത് നോക്കിയേ, തോമസ് മൺട്രോ റൈറ്റ് ടു വാരി സിസ്റ്റം 1820 മദ്രാസ് പ്രസിഡൻസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്ത ആരാ, ലോർഡ് വെല്ലസ്ലി പ്രഭു മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മിക്കവാറും ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുക. അപ്പം മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ താഴെ 1, 2, 3 സംഭവം തന്നിട്ടുണ്ടാവും. 1 മഹൽവാരി സിസ്റ്റം, ഓക്കെ, മഹൽവാരി സിസ്റ്റം. 2 എന്താണ്, റൈറ്റ് ടു വാരി സിസ്റ്റം. മൂന്നാമത് എന്താണ്, ജമീന്ദാരി സിസ്റ്റം. എന്നിട്ട് അവരുടെ പേരുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ മഹൽവാരി എന്ന് പറയുന്ന ആരാ, ലോർഡ് വെല്ലസ്ലി. അടുത്തത് കോൺവാലിസ് പ്രഭു. മൂന്നാമത് തോമസ് മൺട്രോ. ഇതിപ്പോൾ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, തോമസ് മൺട്രോ. ഇത് ഞാനിവിടെ തെറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ താഴെ 3 or 4 ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് എന്താണ് പറയുന്നത്, 3 or 4 ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടാവും. ഓപ്ഷൻ എ ഒന്നാമത്തെ ഓപ്ഷനാണ്, ഇങ്ങനെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ഓപ്ഷൻ എ 1 എ, ദെൻ 2 ബി, 3 സി. ഈ രീതിയിലായിരിക്കും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ശരിയായത്, അതായത് ഒന്നാമത്തേതിൻ്റെ ഉത്തരം എ ആണ്, രണ്ടാമത്തേൻ്റെ ഉത്തരം ബി ആണ്, മൂന്നാമത്തേൻ്റെ ഉത്തരം സി ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചേരുംപടി ആവും അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, 1 സി, 2 ബി, 3 ഡി. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സെറ്റായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അതിൽ നിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് സെറ്റാണ് ശരി എന്നത് കണ്ടെത്തി എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അരക്കൊല പരീക്ഷയിൽ ഉണ്ടായ തെറ്റും ഇതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കും വരുന്നത്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റുകൾ പഠിച്ചു വയ്ക്കുക. ലോർഡ് കോൺവാലിസിൻ്റെ ജമീന്ദാരി സിസ്റ്റം 1793 ബംഗാൾ പ്രസിഡൻസി. തോമസ് മൺട്രോ കൊണ്ടുവന്ന എന്താ, റൈറ്റ് ടു വാരി സിസ്റ്റം മദ്രാസ് പ്രസിഡൻസി 1820. ലോർഡ് വെല്ലസ്ലി മഹൽവാരി സിസ്റ്റം. ഈ 3 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അടുത്ത എന്താ, ജംഷഡ്ജി ടാറ്റ.
അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജംഷഡ്ജി ടാറ്റ എന്ന ആ വ്യക്തിയാണ് ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി, ടിസ്കോ എന്ന പേരിൽ ഒരു കമ്പനി, ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി 1907 ബീഹാറിലെ ജംഷഡ്പൂരിൽ സ്ഥാപിതമാക്കിയത്. ഇതും ഒത്തിരി കാലം ചോദിച്ചിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ടിസ്കോ 1907 ജംഷഡ്പൂർ ബീഹാർ എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത എന്താ? സൂയസ് കനാൽ. സൂയസ് കനാലും ഒത്തിരി കാലം വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ സൂയസ് കനാൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സൂയസ് കനാൽ എന്ന് പറയുന്നത് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ഓപ്പൺഡ് ഇൻ 1869. 1869 ഓപ്പൺ ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ആണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. എല്ലാ 10 വർഷം കൂടുന്തോറും എന്ത് നടക്കും? നമ്മുടെ നാട്ടിൽ സെൻസസ് നടക്കാറുണ്ട് അല്ലേ? ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കാറുണ്ട്. അപ്പോൾ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം എന്നാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1881 ആദ്യമായിട്ട് ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത്. ദ ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് വാസ് ഡൺ ഇൻ 1881. 1881 ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് നടന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് നോക്കിയേ, എന്താണ് അടുത്ത കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്? തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തിയറി കൊണ്ടുവന്ന വ്യക്തി ആരാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫോർമുലേറ്റഡ് ബൈ ഫ്രാങ്ക് ഡബ്ല്യു നോട്ട്സ്റ്റീൻ. ഇവിടെ നിങ്ങൾക്ക് അയാളുടെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഫ്രാങ്ക് ഡബ്ല്യു നോട്ട്സ്റ്റീൻ ഈസ് ആൻ അമേരിക്കൻ ഡെമോഗ്രാഫറാണ്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് ദി എഫക്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത്, ഒരു രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റും പോപ്പുലേഷൻ ഗ്രോത്തും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച ഒരു വ്യക്തിയാണ് ഫ്രാങ്ക് ഡബ്ല്യു നോട്ട്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, തിയറിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എവറി കൺട്രി, നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു 3 ഡിസ്റ്റിങ്റ്റീവ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ? ഹൈ ബർത്ത് റേറ്റ് ആയിരിക്കും, ജനന നിരക്ക് കൂടുതലായിരിക്കും, മരണനിരക്കും കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തായിരിക്കും? എക്കണോമിക് ഗ്രോത്ത് വിൽ ബി ലോ, GDP പെർ ക്യാപിറ്റ ഇൻകം ആർ ലോ, നോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷനിൽ ഇൻക്രീസ് ഉണ്ടാവില്ല, GDPയും പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ലോ ആയിരിക്കും, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വളരെ കുറവായിരിക്കും, ഹൈ ബർത്ത് റേറ്റ് ആയിരിക്കും, ഹൈ ഡെത്ത് റേറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നു. അവിടെ എന്താ? നേരെ തിരിച്ച് ഹൈ ബർത്ത് റേറ്റും ലോ ഡിക്ലൈനിങ് ഡെത്ത് റേറ്റും ആയിരിക്കും എന്ത്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്താ? ഒക്കേഴ്സ് ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ കം ഡൗൺ. Birth rate and death rate are come down. Then industrialization and urbanization improve living standards. Industrializationും urbanization living standards ഉയർത്തും എന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ ബിക്കംസ് TD. ഇവിടെ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന്, ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നിർബന്ധമായിട്ടും തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പഠിച്ചിരിക്കണം. ഇതിൽ പറയുന്ന മറ്റൊരു സംഭവമാണ് 1920, ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. 1921 ദി ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വർഷം. ദി ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് 1921. ജനസംഖ്യാ വളർച്ചയുടെ വിസ്ഫോടനം നടന്ന വർഷം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അത് 1921 ആണ്. ജനസംഖ്യയുടെ മഹാവിസ്ഫോടനം നടന്ന വർഷം എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി അടുത്ത നോക്കിയേ, ഡെമോഗ്രാഫിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലിറ്ററസി എന്ന് പറയുന്നത് 16%. സ്ത്രീ സാക്ഷരതാ നിരക്ക് 7%. ഫീമെയിൽ ലിറ്ററസി 7% ആയിരുന്നു. ദെൻ ദർ ഇസ് ആൻ അലാമിംഗ് ഇൻഫാൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്. ദെൻ ദാറ്റ് ഈസ് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 218 കുട്ടികൾ മരണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്.
ദെൻ ലൈഫ് എക്സ്പെക്ടൻസി ആവറേജ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 32 വർഷമായിരുന്നു. ഒരാൾ 32 വർഷം വരെ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ആ സമയത്ത് നമുക്കിനി അടുത്ത ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ സാധ്യത എന്ന് പറയുന്നത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൊല്ലമാണ്. 1850 റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1837. 1837 പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടാറ്റ എയർലൈൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1932. ടാറ്റ എയർലൈൻസ് 1932 എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫാക്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. 1921 ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. നെയിം സം എക്കണോമിസ്റ്റ് ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. നെയിം സം എക്കണോമിസ്റ്റ് ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ്. സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. നിർബന്ധമായും സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ ഉണ്ടാവും. ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഡെമോഗ്രാഫി ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. ഇന്ത്യയുടെ ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഒക്യുപ്പേഷൻ സ്ട്രക്ചർ, ഈ 2 ടോപ്പിക്കും എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇത്രയും ഭാഗങ്ങൾ സാറ് ഈ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇത് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇത് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലൂടെ പോയി കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങൾ ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിൽ പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.